ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു റുമാൽ റൊട്ടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ ചില റെസ്റ്റോറൻറ്റുകളിലും പോയി കഴിഞ്ഞാൽ മേലയിൽ കറക്കി എറിഞ്ഞിട്ടൊക്കെ പിടിക്കുന്ന ഒരു റൊട്ടി കാണാറില്ലേ? അത് ഞങ്ങൾ അതുപോലെ കറക്കി എറിയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് പോലെ ആ ഒരു ടേസ്റ്റ് ചെയ്യുന്ന ഒരു റുമാൽ റൊട്ടി ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് മിസ്സാവാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയും 2 കപ്പ് ആട്ടയുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പൊടികൾ രണ്ടും ഒരു ബൗളിലേക്ക് ഇടാം. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടി കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുള്ള പാലിലാണ്. ഞാനിപ്പം ഈ പാലിൽ ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കുകയാണ്. നല്ലവണ്ണം ഒന്ന് സ്ലാബിലിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മാവാണിത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചപ്പാത്തിക്കുള്ള ആ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് എടുത്ത് വെക്കാം. ഇനി ഇതിന് 2 ചപ്പാത്തി നോർമൽ വലിപ്പത്തിലുള്ള 2 ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് അരിപ്പൊടിയാണ് ഇടുന്നത്. പച്ചരിപ്പൊടിയാണ്, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പച്ചരിപ്പൊടിയാണ് ഇടുന്നത്. ഇനി പൊടിയിട്ട 2 ഭാഗവും ഒരേപോലെ വരുന്ന വിധത്തിൽ വീഡിയോയിൽ കാണുന്നത് പോലെ അട്ടിക്ക് വെച്ചതുപോലെ വെച്ചിട്ട് ഇതിനെ വലിപ്പമുള്ള ചപ്പാത്തിയാക്കിയിട്ട് പരത്തിയെടുക്കാം. നമ്മൾ സമൂസ ഷീറ്റൊക്കെ പരത്തുന്നത് പോലെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. എങ്കിൽ നമ്മളിത് പരത്തി കഴിയുമ്പം തന്നെ തൊട്ട് നോക്കിയാൽ നല്ല നൈസായിരിക്കും. ഇതിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ല കണ്ണാടി പോലെ ഉണ്ടാവും. നമ്മുടെ വിരൽ അടിഭാഗത്തുനിന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് ചുട്ട് 2 എണ്ണം സെപ്പറേറ്റ് ആക്കുമ്പോൾ ഇതിനേക്കാളും നൈസായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഇതൊന്ന് പരത്തി കഴിഞ്ഞ് ഞാൻ ഇത് ചുടാൻ വേണ്ടിയിട്ട് റുമാൽ റൊട്ടി ചുടുന്ന ചട്ടിയൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേപോലെ ചുടാൻ വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി, വലിപ്പമുള്ള ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് നല്ലവണ്ണം ഉപ്പ് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അവർ റുമാൽ റൊട്ടി ചുടുന്നത് ഇങ്ങനെയാണ്. ആ ഇരുമ്പ് ചട്ടിൻ്റെ മേലയിൽ ഈ ഉപ്പ് വെള്ളം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതിൻ്റെ മേലെ ഒരു ചപ്പാത്തി റോളറിൻ്റെ മേലെ തന്നെ ഇത് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ ചട്ടിയുടെ മേലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഒരു ഭാഗം ബബിൾസ് വരുന്ന സമയത്ത് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൈകൊണ്ടോ ചട്ടവും കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശവും കൂടെ ആയിക്കഴിഞ്ഞാൽ ആ ബബിൾസ് വരുന്ന സമയത്ത് ഇതിനെ എടുത്ത് മാറ്റാം. ഇനി ഇതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉൾവശം വീണ്ടും കല്ലിലിട്ടിട്ടോ ഒന്നും ചുട്ടെടുക്കരുത്. അരിപ്പൊടി ഇടുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിപ്പോവും. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം സെപ്പറേറ്റ് ചെയ്ത് നേരെ അത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള റുമാൽ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നേരെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ടർക്കി വിരിച്ചിട്ടുള്ള ഒരു കട്ടിയുള്ള തുണിയോ എന്തെങ്കിലും വിരിച്ചിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇത് വെച്ച് അടച്ചു വെക്കണം. ആ തുണി കൊണ്ടൊന്ന് അടച്ചു വെക്കണം. അതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഉറുമാൽ പോലെ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് സാധാരണ ഒന്നുകൂടെ പരത്തിയിട്ട് നമ്മൾ കല്ലിൽ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. ഞാൻ സാധാരണ കല്ലിൽ തന്നെയാണ് ചുട്ടെടുക്കാറ്. ഇതുപോലെ ഒരെണ്ണം വലുത് പരത്തിയിട്ട് നമുക്ക് ഒരു ചപ്പാത്തി കല്ല് ചൂടായതിന് ശേഷം അതിൻ്റെ മേലയിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതിനെ ഫോൾഡ് ചെയ്തിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വലിപ്പം കൂടിപ്പോയി. മറ്റേതിന് പരത്തിയത് കാരണം കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് തിരിച്ചിട്ട് 2 ഭാഗവും ചുട്ടെടുത്താൽ മതി. അപ്പം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം കുക്കായിക്കോളും. ഇത് നമുക്ക് എടുത്ത് മാറ്റി ഇതിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റുമാൽ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ചപ്പാത്തി തന്നെ തിന്നുമ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ നല്ലതാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു ചെട്ടിനാട് ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇതിന് നല്ല കോമ്പിനേഷനുള്ള കറി തന്നെയാണ്. അപ്പം
റുമാൽ റൊട്ടി ചുടുമ്പം അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. ചെയ്യാത്തവർ അതിൻ്റെ റെസിപ്പി അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ അതും കൂടെ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്